ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ഇറങ്ങു മോളെ, വാ മോളെ. അല്ല, നിങ്ങൾക്ക് എന്താ പറ്റിയത്? പെട്ടെന്ന് സ്വഭാവം മാറിയല്ലോ. ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഒരുമിച്ച് അമ്പലത്തിൽ വന്നതോ എനിക്ക് ഓർമ്മയില്ല. അല്ല, നിങ്ങൾ ആരെ ഈ നോക്കുന്നേ? മൊത്തം സ്വഭാവത്തിലൊരു ചുറ്റിക്കളി മണക്കുന്നുണ്ടല്ലോ. എന്താ മിണ്ടാത്തത്? എന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താ പ്ലാൻ അമ്പലത്തിൽ വെച്ച്? അമ്പലത്തിൽ വെച്ച് എന്താ പ്ലാൻ? വരണം, തൊഴണം, വഴിപാട് നടത്തണം. നീ അമ്പലത്തിലേക്ക് വാ. അപ്പം വേറെ പ്ലാനൊന്നും ഇല്ലല്ലേ? നീ വാ മോളെ. നീതുവൊക്കെ പ്രാർത്ഥിക്കുന്നു, ഈശ്വര എനിക്ക് ഹരീഷിനും കല്യാണം നടത്താൻ അനുഗ്രഹിക്കണേ. നീതുവിൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നു, ഈ കല്യാണം ഇന്ന് ഭംഗിയായിട്ട് കഴിയണേ. കല്യാണം കഴിഞ്ഞാൽ ഇതേ അമ്പലത്തിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ച് വന്ന് വഴിപാട് നടത്താവേ. ഞങ്ങളുടെ ശക്തിക്കൊത്ത വഴിപാട് ഞങ്ങൾ ചെയ്തേക്കാമോ ഭഗവാനെ. തിരുമേനി വന്ന് ചന്ദനം കൊടുക്കുന്നു. ഇതാണോ കുട്ടി? അതെ. തിരുമേനി പറയുന്നു, ദീർഘസുമംഗലി ഭവ. ദൈവമേ, ഞാൻ ഹരീഷുമായിട്ടുള്ള കല്യാണത്തെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളല്ലോ, നീ എന്നെ അനുഗ്രഹിച്ചല്ലോ. അമ്മേ, അച്ഛാ, സമയമായി. ഇവനെന്താ ഇവിടെ? അപ്പം 3 പേരും എന്താ പ്ലാൻ ഇട്ട് വന്നതാ? എടാ, ഇത് കുഴപ്പമാവോ? ഇവളാ പെണ്ണെന്നറിഞ്ഞാൽ ഇവിടുന്ന് ഓടിപ്പോവും. നീതു, ഒരു കാര്യം പറയാനുണ്ട്, നീ ഇങ്ങോട്ട് വന്നേ. എന്ത് കാര്യം? അപ്പോൾ ഹാപ്പി മാരേജ് ലൈഫ് അഡ്വാൻസേ. നിന്റെ കൂട്ടുകാരൻ്റെ കിളി പോയിരിക്കുവാണോ? നോട്ടം കണ്ടാ അങ്ങനെ തോന്നുമല്ലോ. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ സുധീഷിൻ്റെ ചെള്ളയും ശൂലം കുത്താൻ കൊണ്ടുവരുന്നു. ശൂലം കുത്തുന്നു. സുധീഷേട്ടൻ നടക്ക്, ഹരഹരോന്ന് വിളിച്ച് എല്ലാവരും പുറകെയും പോകുന്നു. പിന്നെ കാണിക്കുന്ന നീതുവിനെയൊക്കെയാണ്. എന്താ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നത്? നോക്കൂ നീതു, നിനക്ക് ഞങ്ങളോട് ഇത്തിരി സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ നീ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. അതിനിപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് അല്പം പോലും അങ്ങനെ ഇല്ല. എപ്പം മുതൽ നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയോ അപ്പം മുതൽ അത് പോയി. വെറുതെ ഡ്രാമ കളിക്കാതെ കാര്യം പറ. ദേ, പ്രേമിനിപ്പോൾ കല്യാണം നടക്കാൻ പോവാ. അടങ്ങി ഒതുങ്ങി നിന്നോണം. പ്രേമിനിപ്പം കല്യാണം നടന്നാലും നടന്നില്ലേലും എനിക്കെന്താ? എന്നോട് പറയാൻ വന്ന കാര്യം പറ. എടാ, മനസ്സിലാവുന്ന പോലെ കാര്യം പറഞ്ഞു കൊടുക്ക്. ഈ കല്യാണം കാണാനാണ് എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നേ. പ്രേമിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നേനെയല്ലോ. അല്ല, പെൺവീട്ടുകാർ ഇതുവരെ വന്നില്ലേ? എടി, നീ തന്നെയാണ് പെണ്ണ്. നിനക്കും പ്രേമിനുമാണ് കല്യാണം നടക്കുന്നത്. നീത് ചിരിക്കുന്നത് എന്താടി ചിരിക്കുന്നത്? ആ പറഞ്ഞത് സത്യം. നിനക്കും പ്രേമിനുമാണ് കല്യാണം നടക്കുന്നത്. നിങ്ങളെന്താ കളിക്കുവാന്നോ? അതേടി, കളിക്കുവാടി. കല്യാണത്തിൻ്റെ പേരിലാ കളിക്കാൻ നിൽക്കുന്നത്. ആദ്യം നീ ചിരി നിർത്തിയിട്ട് കാര്യം മനസ്സിലാക്ക്. നീതു, എന്ത് സംഭവിച്ചാലും നിന്നെ ആ കിളിക്കൂട്ടിലേക്ക് കല്യാണം കഴിച്ചു വിടുന്ന പ്രശ്നമില്ല. അങ്ങനെ സംഭവിച്ച് ഈ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റത്തില്ല. അത് നിന്റെ ചേട്ടൻ്റെ ജീവിതത്തെയും ബാധിക്കും. ഈ മരപ്പട്ടൻ്റെ ജീവിതം എങ്ങനെയായാലും എനിക്കെന്താ? ഇടാ, ഇത് അമ്പലമാ, ഒന്ന് അടങ്ങി നിൽക്ക്. അവള് പറയുന്ന കേട്ടില്ലേ? എല്ലാവരും കൂടെ എന്നെ പെടുത്താനുള്ള പരിപാടിയാണല്ലേ? അതെ, ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നെ കെട്ടിക്കാൻ പോവാ. വന്ന് മണ്ഡപത്തിരി. നാണമില്ലേ ഇതൊക്കെ പറയാൻ? നിങ്ങൾക്കെതിരെ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തയാ. എല്ലാം മറക്കാൻ വേണ്ടി ചരട് ജപിച്ച് കെട്ടാനാണോ? അങ്ങനെ ചരട് ജപിച്ച് കെട്ടിയാൽ ഞാൻ ഹരീഷിനെ മറക്കുമെന്നാണോ? എൻ്റെ അടുത്ത് ഒരു മന്ത്രവും നടക്കാൻ പോകുന്നില്ല. അമ്പലത്തിൽ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമോ എന്നോ എനിക്ക് അത്ഭുതം. നിനക്ക് എന്തിൻ്റെ കേടാ നീതു? നിനക്ക് ജപിച്ച് കെട്ടാന്ന് ഞങ്ങൾ പറഞ്ഞോ? അമ്പലത്തിൽ വന്നാലും വായടങ്ങിയിരിക്കത്തില്ല. വളവളാന്ന് ഇങ്ങനെ വർത്താനം പറയാം. വാ നീതു ഇങ്ങോട്ട്. ആഹാ, ചേട്ടൻ്റെ കല്യാണമാണോ? പെണ്ണ് വന്നില്ലയോ? എന്നിട്ടാണോ നിങ്ങൾ 3 പേരും കൂടെ എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നത്? ഞാനിപ്പോൾ ഒരു കോള് ചെയ്താൽ മതി. നിങ്ങൾ 3 പേരും അകത്താ. കാണണോ? മാതാപിതാക്കളെ ജയിലിൽ കയറ്റി എന്നുള്ള പേരുദോഷം വേണ്ടാന്ന് വെക്കുമ്പോഴത്തേന് എന്നെ ചതിക്കാൻ നോക്കുന്നു. ഞാനിപ്പോൾ ശരിയാക്കാം. ഫോൺ തട്ടിപ്പറിക്കുന്നു. എടാ, ഫോൺ ഇങ്ങതാ. നീതു, നിന്റെ കാല് ഞാൻ പിടിക്കാം. നീതു, ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ എവിടെങ്കിലും പോയി വീഴ്. നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിക്കുന്നത്? രഹസ്യമായി എന്നെ കൂട്ടിക്കൊണ്ട് വന്ന് കല്യാണം നടത്തി വെക്കാൻ ഞാൻ അത്ര മണ്ടിയാണെന്നോ? മോളെ, ഞാൻ നിന്റെ കാല് പിടിക്കുവാണ്. നമ്മുടെ വീടിൻ്റെ അന്തസ്സെങ്കിലും നോക്കണ്ടായോ? പിന്നെ സ്വന്തമായി വീടില്ലാത്തയാണ് അന്തസ് നോക്കട്ടെ. അതിലും വലിയ അന്തസ്സുണ്ട് ഹരീഷിന്റെ വീട്ടുകാർക്ക്. ഞാനേ എൻ്റെ കാര്യം നോക്കി പോവാൻ പോവാ. നീതുവിൻ്റെ ചേട്ടൻ കയ്യെ കയറി പിടിക്കുന്നു. എടാ, വിടടാ. നീ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. എടാ, വിടടാ. നീ ഇതിന് സമ്മതിച്ചില്ലേ? ഞാനും നിന്റെ അമ്മയും ജീവനോടെ കാണത്തില്ല. ആയിക്കോട്ടെ, നല്ല ഇനം വിഷം വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാം. ഈശ്വര, നീ അമ്പലത്തിൽ വെച്ച് എന്തൊക്കെയാ പറയുന്നത്? അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറയാം, അത് തെറ്റല്ലേ? നിങ്ങൾ എന്ത് നാടകം കളിച്ചാലും ഞാൻ കല്യാണം കഴിക്കുമെന്ന് വിചാരിക്കണ്ട. ഇത് എൻ്റെ ജീവിതമാണ്. ഇത് വെച്ച് കളിക്കാൻ ഞാൻ ആരെ അനുവദിക്കത്തില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇന്ന് ഇവിടെ വെച്ച് പ്രേമ നിന്നെ കല്യാണം കഴിക്കും. നീ ഞൊട്ടും. നിന്റെ പ്രേമിനെയും കൊണ്ട് ആരെങ്കിലും കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെങ്കിലേ നീ അങ്ങ് കല്യാണം കഴിക്ക്. നീ ഷാഠ്യം പിടിക്കണ്ട. ഈ കല്യാണത്തിന് സമ്മതമല്ലെങ്കിലേ ഞങ്ങൾ 3 പേരും നിന്റെ ആരുമല്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ടല്ലേ ഇത്ര ഒരു വൃത്തികേട് നിങ്ങൾ എന്നോട് കാണിച്ചത്? ഇവളോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. വാടി ഇവിടെ. വിട്. ഇവനോ വിവരമില്ല. നിങ്ങളും അങ്ങനെയായോ ചേട്ടായി? എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണെന്ന് ചേട്ടൻ അറിയാവുന്നേ ഇല്ലയോ? ഇടി വായടക്കിടി. നീതു, ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തത്. അത് ശരി, എന്നെ കല്യാണം കഴിക്കണമെന്ന് വന്ന് പറഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ചേട്ടാ? ചന്ദന കളർ ഷർട്ടുമായിട്ട് ഡബിൾ മുണ്ടുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. എടി, നിന്നോട് നിർത്താനാ പറഞ്ഞത്. ഇവള് പറയുന്നതൊന്നും കേൾക്കണ്ട. ഇതൊക്കെ കല്യാണം കഴിഞ്ഞാൽ റെഡിയാവും.
ഇതൊന്നും റെഡിയാവാൻ പോകുന്നില്ല. റെഡിയാവുമെന്ന് ആരും വിചാരിക്കാൻ വേണ്ട. ഹരീഷ് ഇപ്പം ഒന്ന് വിളിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോവും. ഒരു തവണ ഞാൻ വീട് വിട്ട് പോയതാ, അതറിയാമോ? മുഹൂർത്തമായി താലി കെട്ടുന്ന ചടങ്ങിലേക്ക് കടക്കാം. താലിയോ എൻ്റെ കഴുത്തിലോ? അത് പൂജാരി തന്നെ കെട്ടിക്കോ. എൻ്റെ ചേട്ടനെ കണ്ടോ? തങ്കപ്പെട്ട സ്വഭാവമാ. എടി അടങ്ങി നിൽക്ക്, വിട്. അമ്മയും ചേട്ടനോട് ചേർന്ന് നീതുവിനെ പിടിച്ച് അവിടെ ഇരുത്തുന്നു. എന്നെ വിട്. എടാ അളിയാന്നും തോന്നല്ലേ, കല്യാണം കഴിഞ്ഞ് അതൊക്കെ മാറിക്കോളും. തിരുമേനി പ്രാർത്ഥിക്കുന്നു. ഒന്ന് നിർത്ത് തിരുമേനി. താലി കെട്ടട പ്രേമേ. താലി എടുത്ത് കെട്ടാൻ തുടങ്ങുമ്പോൾ ഐ ആം എ പ്രഗ്നന്റ്. ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ 2 മാസം ഗർഭിണിയാണ്. അത് നുണയാ മോനെ, അത് അവള് വെറുതെ പറയുന്നയാ. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഹരീഷിന്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റില്. കള്ളം, പച്ചക്കള്ളം. കല്യാണം നിർത്താനേ നുണ പറയുക. മോളെ, ഇത് നിന്റെ ജീവിതമാണ്. ഇത് വെച്ച് കളിക്കല്ല്. അതാണ് എനിക്കും പറയാനുള്ളത്. ഇതെൻ്റെ ജീവിതമാണ്. ഇത് വെച്ച് നിങ്ങൾ കളിക്കല്ല്. വേണമെങ്കിൽ ആശുപത്രി പോവാം, സ്കാൻ ചെയ്യാം. വേണോ? എടി മഹാഭാവി, നീ എന്തായി ചെയ്തത്? പേടിക്കണ്ട, ഹരീഷ് എന്നെ തന്നെ കല്യാണം കഴിച്ചോളൂ. ഇനി നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണോ? അഖിലേ, ബൈ 1 ഗെറ്റ് 1 പാക്കേജ് ആയിട്ടേ എനിക്കൊന്നും വേണ്ട. എടാ വാടാ, കട്ടയ്ക്ക് കൂടെ എന്ന ചങ്കിനെ ചതിക്കാൻ നോക്കിയോ? ഇതൊന്നും അത്ര ശരിയല്ല അഖിലേ. എടാ പോവല്ലേ, നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിച്ചല്ലോ. പിന്നെ കാണിക്കുന്ന സുധീഷിനെയൊക്കെ. എടാ സുധീഷേ, വേദനയുണ്ടോടാ? സുധീഷേ, വേദനിക്കുന്നുണ്ടോ? സോറി, ഒരു നല്ല കാര്യത്തിനല്ലയോന്ന്. അത് അയ്യോ വേദന. ഇപ്പം എങ്ങനെയുണ്ട്? വെള്ളം വല്ലതും വേണോ? വേണ്ട. എല്ലാവരുടെ അമ്പലത്തിന്റെ മുന്നിലോട്ട് ചെല്ലാൻ പറഞ്ഞു. വെളിച്ചപ്പാട് തുള്ളുന്ന തിരുമേനി അവിടെ ഉണ്ടായിരുന്നു. അവസാനം അമ്മയുടെ നടയിലെത്തിയല്ലേ. ഇനി എല്ലാം നന്നാവും. എല്ലാ തടസ്സങ്ങളും മാറും. ദേവിയേ, ഇനി മാസത്തിൽ ഒരിക്കലെങ്കിലും അമ്മയെ വന്ന് കണ്ടോളൂ. നടക്കാതെ പോയ കാര്യങ്ങളെല്ലാം നടക്കും. ഇനി എന്തെങ്കിലും അമ്മയോട് ചോദിക്കാനുണ്ടോ? സുഭാഷേട്ടൻ്റെ കല്യാണം എപ്പോൾ നടക്കുമെന്നൊന്നും അറിയാൻ. തടസ്സങ്ങളെല്ലാം മാറിയിരിക്കുന്നു. നടക്കാതെ പോയ കാര്യങ്ങളെല്ലാം നടക്കും. നടന്നിട്ട് ഉറയ്ക്കാതെ പോയ കല്യാണം ഉറയ്ക്കും. കുടുംബത്തിൽ മുഴുവനും ഐശ്വര്യം വിളയാടും. ഒരു സംശയം വേണ്ട. അമ്മയെ ദേവി അരിയും പൂവും കൂടെ എടുത്ത് എറിയുമ്പോൾ സുഭാഷേട്ടൻ്റെ തലയിൽ വീഴുന്നു. അത് ചാന്ദിനി തട്ടിക്കളയുന്നു. നിധി അത് കാണുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ചാന്ദിനി സുഭാഷേട്ടനും നടന്നു വരുന്നത് നിധി സ്വപ്നം കാണുന്നു. പിന്നെ കാണിക്കുന്ന വീടാണ്. സുധീഷ് വരാന്തയിലിരിക്കുന്നു. എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല. വേദന ഇപ്പം എങ്ങനെയുണ്ട്? ഒട്ടുമില്ല. നിധി ചെള്ള പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നു. ചെറിയൊരു പാടേ ഉള്ളൂ, വലുതായിട്ട് അറിയത്തില്ല. ആദ്യം ഞാൻ പേടിച്ചു, ഇപ്പം കുഴപ്പമില്ല. അവിടെ കവിളി തേക്കുന്ന ഭസ്മത്തിനും മഞ്ഞപ്പൊടിക്കും പ്രത്യേക ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. അതല്ലേ പെട്ടെന്ന് മാറിയത്. സാരമില്ല, സുഭാഷേട്ടന് വേണ്ടിയല്ലേ? അല്ല, സുഭാഷേട്ടന് വേണ്ടി. നിധിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നിയല്ലോ, അതെന്താ? അല്ല, എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ മാറിക്കോളുമല്ലോ. ഞാൻ പക്ഷേ സുധീഷ് അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. താൻ നേർന്നു പോയില്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുമോ? അല്ല, തനിക്ക് ബോറടിക്കുന്നുണ്ടോ? എന്താ, എനിക്കിങ്ങനെ ഇരുന്നിട്ട് ബോറടിക്കുന്നു. ആ ശരിയാണ്. എന്നാൽ നമുക്ക് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വന്നാലോ? അല്ല, എവിടെ പോവാനാ? നല്ല സ്ഥലമല്ലേ, എവിടെങ്കിലും പോയി കറങ്ങിയിട്ട് വരാം. പോരുന്നോ? ശരി, ഞാൻ പറഞ്ഞതെല്ലാം ചെയ്തേയല്ലേ? സമ്മതിച്ചു. ആണോ? ആന്നേ. എന്നാൽ നമുക്ക് അതിൽ പോവാം. അയ്യോ, എനിക്ക് സൈക്കിളിൽ പോയുള്ള പരിചയമില്ല. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇയാൾ വാന്നേ, വാ. ഇയാൾ ഇതിനകത്ത് കയറ്. അപ്പോഴത്തേനെ അവർ രണ്ടുകൂടെ കയറി പോകുന്നു. നികേഷ് പറയുന്നു, ഇങ്ങ് വന്നേ, നോക്കിക്കേ. ആ, അവർ രണ്ടുകൂടെ എവിടോട്ടാ? ആ കൊള്ളാം. എൻ്റെ ദൈവമേ, എന്നും ഇങ്ങനെ സന്തോഷമായി ഇരിക്കാൻ അവസരം തന്നൂടെയോ? നിധി, നല്ല തണുത്ത കാറ്റുണ്ടല്ലേ. ഇയാളാരാ? നിവിൻ പോളിയോ? അയ്യോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞേ, ഈ നാട്ടുമ്പുറത്തിൻ്റെ പ്രത്യേകത അതാ. നല്ല ഫ്രഷ് എയറാ. ഹലോ, ഞാനും ഒരു നാട്ടുമ്പുറത്തുനിന്ന് തന്നെ വന്നത്. തക്കലേന്നൊരു ഓണം കയറാ മൂലയെന്ന് വന്നേന്ന് നാം ഓർത്തില്ല. അത് ശരിയാ, ഞാനൊരു ഓണം കയറാ മൂലയെന്നാ. പക്ഷെ സ്വഭാവത്തിൽ നിങ്ങളെക്കാട്ടിലും പരിഷ്കാരമുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.